ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തട്ടുകടയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിനി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളി തിന്നായി കട്ട് ചെയ്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, 2 തക്കാളി, 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ പച്ചമുളക്, കറിച്ചപ്പു, മല്ലിച്ചപ്പു, ഇത്ര സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തിന്നായി കട്ട് ചെയ്ത ഉള്ളി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഉള്ളിനെയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 2 kg ചിക്കൻ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റണം, തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അതിനെ വഴറ്റി കൊടുക്കണം. നല്ല വഴറ്റിയതിന് ശേഷം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളിയും തക്കാളിയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ചിക്കൻ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, മല്ലിച്ചപ്പു, കറിച്ചപ്പു ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ തട്ടുകട ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.